നമസ്കാരം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും, നിങ്ങൾ വീട്ടിൽ തനിച്ചിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാം, ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭൂരിഭാഗം ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഒരു 99% തട്ടിപ്പാണ്. പണ്ടൊക്കെ നല്ല ജെന്യുവനായിട്ടുള്ള ജോബ് ഓഫേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പം വരുന്ന പല കാര്യങ്ങളും തട്ടിപ്പ്, ഭൂലോക തട്ടിപ്പാണ്. നമ്മൾ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ കയറുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇത്രയും കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം, അതിന് നിങ്ങൾ ഇത്ര രജിസ്റ്റർ ചെയ്യണം. ഒരു 500 രൂപ വെച്ച് മേടിക്കും. 500 രൂപ വെച്ച് പല ആൾക്കാരുടെ നിന്ന് മേടിക്കുമ്പോൾ എത്ര ലക്ഷം രൂപയാണെന്നറിയാം. പല ആൾക്കാരും ഇങ്ങനത്തെ ചില ഉടായ്പ കൂടെ പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതറിയാതെ പല ആൾക്കാരും പോയി പെട്ടുപോകും. പല രീതിയിലും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് പോകാനൊക്കെ ചിലപ്പോൾ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഗെയിമിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കാശുകാരനാകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഈ പല ഗെയിമുകളും കളിച്ച് കയ്യിൽ നിന്ന് കാശ് പോയി പിന്നെ അങ്ങ് വാശിയാവും. കുറച്ചൊക്കെ കിട്ടുമായിരിക്കും, പിന്നെ നമുക്ക് വാശിയായിട്ട് നമ്മളുടെ എന്താ പറയുക, കയ്യിലെ പൈസ മൊത്തം ചിലപ്പോൾ തീർന്നിരിക്കും. ഈ അടുത്തിടയ്ക്ക് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് വായിച്ചാണ്, വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഇരുന്നൊരു പയ്യൻ എല്ലാവിധമായ അവൻ്റെ കയ്യിലിരുന്ന പൈസയും അവൻ ഈ ഗെയിമിനകത്ത് കൊണ്ട് കളിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവൻ മാനസിക വിഷമമായിട്ട് ആത്മഹത്യ ചെയ്തത്. ഒരാളൊന്നുമല്ല, ഇത് നമ്മളുടെ ന്യൂസിൽ, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമായിട്ട് ന്യൂസിൽ വന്ന് നമ്മൾ ശ്രദ്ധിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത്തരം ഗെയിമുകളിലുണ്ട്. അതിനകത്ത് പല പ്രമുഖ വ്യക്തികളും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുണ്ട്. ഇവർക്കൊന്നും ഒരു എത്തിക്സും ഇല്ല. ഇവർ വെറുതെ പൈസയ്ക്ക് വേണ്ടി, ഇത് തെറ്റാണ് എന്ന് കണ്ടിട്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ട് ഞാൻ ഈ ചില ഏതൊക്കെയോ നടന്മാരുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് കണ്ടിട്ടുണ്ട്. അവർക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. എനിക്കൊന്ന് സുരേഷ് ഗോപിയാന്ന് തോന്നുന്നു, ഒരു പരസ്യത്തിന് വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ബബിൾക്കത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി വന്നപ്പം അദ്ദേഹം ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ബബിൾക്കം ശരിയായിരുന്നു കണ്ടിട്ട് അദ്ദേഹം പരസ്യം ചെയ്തില്ല. അങ്ങനെ പല ആൾക്കാരും ചില പരസ്യങ്ങളൊക്കെ വിട്ടുമാറും. പരസ്യങ്ങൾ ഒരുപാട് ഓഫർ ചെയ്യും. അതിനകത്ത് പോയി ഇത് കളിക്കും, ഇത്ര നേരം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കെട്ടി കണ്ടു, ഞാൻ പൈസ എടുത്തെന്നൊക്കെ പറഞ്ഞ് പലരും കാണിക്കും. വ്ളോഗേഴ്സ് കാണിക്കും, അല്ലെങ്കിൽ സിനിമാ നടന്മാർ കാണിക്കും. ഇവർക്കൊന്നും ഒരു എത്തിക്സും ഇല്ലാതെ ചെയ്യുന്നതാണ്. ഇത് കണ്ടില്ലാതെ ചാടി കയറിയിട്ട് കയ്യിൽ നിന്ന് കാശും പോയി, ചിലപ്പോൾ ജീവിതം നശിച്ച് പോയോ, ഞാൻ പ്രതീക്ഷ പോലെ ഒന്നും എത്താൻ പറ്റില്ല എന്നുണ്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നറിയാം. കേരളത്തിൽ നടക്കുന്നുണ്ട്. ചിലപ്പം പുറത്ത് പറയാത്തതാണ്. പുറത്ത് പറയുന്ന കേസുകളൊക്കെ നമ്മൾ അറിയുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ ചിന്തിക്കരുത്. എളുപ്പത്തിൽ ലോകത്തിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യന് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കിയിട്ടില്ല. അഥവാ അങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും നിലനിർത്തത്തുമില്ല. താങ്ക് യു.